നമസ്കാരം. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഇതിഹാസ താരം അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കലിലേക്ക് നയിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ മുഖ്യ കോച്ചായ ഗൗതം ഗംഭീറാണ് അദ്ദേഹത്തിന്റെ വിരമിക്കലിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അശ്വിനെ പിടിച്ചു നിർത്താൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പരമാവധി ശ്രമിച്ചു നോക്കിയെങ്കിലും ഇത് വിജയം കാണാതെ പോവുകയായിരുന്നു. PTI ആണ് അശ്വിന്റെ പെട്ടെന്നുള്ള വിരമിക്കലിലേക്ക് നയിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പെർത്തിലെ ആദ്യ ടെസ്റ്റിന് ശേഷം തന്നെ അദ്ദേഹം വിരമിക്കാൻ ആലോചിച്ചിരുന്നതായും എന്നാൽ രോഹിത്തിന്റെ ഇടപെടൽ കാരണം ഇത് നടക്കാതെ പോവുകയായിരുന്നുവെന്നുമാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ബ്രിസ്ബേണിലെ ഗാബയിൽ നടന്ന മൂന്നാം അംഗത്തിന് ശേഷം അശ്വിൻ തന്റെ വിരമിക്കൽ തീരുമാനം ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ അശ്വിൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നാണ് PTIയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പു നൽകിയാൽ മാത്രമേ ടീമിനൊപ്പം വരികയുള്ളൂവെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന അവസാനത്തെ 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ അശ്വിൻ വിരമിക്കലിനെ കുറിച്ച് ഗൗരവമായി തന്നെ ആലോചിച്ചു തുടങ്ങിയിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പില്ലെങ്കിൽ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം ടീം മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ പെർത്തിൽ ഓസ്ട്രേലിയയുമായുള്ള ആദ്യ ടെസ്റ്റിൽ അശ്വിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറിനെ ഏക സ്പിന്നറായി കളിപ്പിച്ചതാണ് നിർണായകമായത്. അതിന് രോഹിത് ശർമ്മയുടെ ഇടപെടലിനെ തുടർന്ന് പിങ്ക് ബോൾ ടെസ്റ്റിൽ അശ്വിനെ കളിപ്പിച്ചെങ്കിലും മൂന്നാമത്തെ കളിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി രവീന്ദ്ര ജഡേജയെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരികയായിരുന്നു. മെൽബൺ, സിഡ്നി എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന അടുത്ത 2 ടെസ്റ്റുകൾക്കുള്ള ടീം കോമ്പിനേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്ന് രോഹിത് പറഞ്ഞതായും അശ്വിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. പെർത്തിലെ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനോടൊപ്പം ഇല്ലായിരുന്നു. ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് അദ്ദേഹം നാട്ടിലാണ് ഉണ്ടായിരുന്നത്. രോഹിത്തിന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത്. രോഹിത് ഇല്ലാത്തതിനാൽ തന്നെ ആദ്യ ടെസ്റ്റിൽ അശ്വിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാമെന്ന തീരുമാനമെടുത്തത് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറാണ്. 1-ാം ടെസ്റ്റിന് ശേഷമാണ് രോഹിത് ടീമിനൊപ്പം ചേർന്നത്. തുടർന്ന് അഡ്ലൈഡിലെ 2-ാം ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം അശ്വിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നുവെന്നും PTIയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അശ്വിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രോഹിത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ആദ്യ ടെസ്റ്റ് നടന്ന പെർത്തിൽ എത്തിയതിന് ശേഷം താൻ അശ്വിനുമായി സംസാരിച്ചിരുന്നു. പിങ്ക് ബോൾ ടെസ്റ്റിൽ കളിക്കാൻ താൻ എങ്ങനെയൊക്കെയോ പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിരമിക്കൽ തീരുമാനം സംഭവിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിൽ ഇപ്പോൾ ടീമിന് തന്നെ ആവശ്യമില്ല എന്ന് അശ്വിന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗെയിമിനോട് ഗുഡ് ബൈ പറയുകയാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തതായതാണ് രോഹിത് വെളിപ്പെടുത്തിയത്. എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാൾ തന്നെയാണ് അശ്വിൻ. അദ്ദേഹത്തിന്റെ ആ ഒരു വിടവ് ഇന്ത്യൻ ടീമിൽ എന്നും മുഴച്ചു നിൽക്കുന്നത് തന്നെയായിരിക്കും.